പോലീസിന്റെ നടപടി ഒരു പ്രതിയെ പിടിക്കുക എന്നുള്ളത് ബേസിക്കായ പോലീസിന്റെ ഡ്യൂട്ടിയാണ്. അപ്പൊ എനിക്ക് തോന്നുന്നു ഈ പറയുന്ന കൗൺസിലർ ഏതോ ഒരു 307 കേസിൽ അക്യൂസ്ഡ് ആണ്. അയാളെ ജാമ്യത്തിന് ട്രൈ ചെയ്തു, ജാമ്യം കിട്ടിയില്ല. അവസാനം ഹൈക്കോടതി വരെ അയാളെ ജാമ്യം തള്ളി. അപ്പൊ എന്ന് മാത്രമല്ല, നിർദ്ദേശം കൊടുത്തു ഇയാളോട് സറണ്ടർ ചെയ്യാൻ വേണ്ടിയിട്ട്. കഴിഞ്ഞ 7-ാം തീയതി മറ്റൊന്ന് സറണ്ടർ ചെയ്യാൻ വേണ്ടി നിർദ്ദേശം കൊടുത്തു എന്നാണ് പറയുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇയാൾ സറണ്ടർ ചെയ്യാൻ ബാധ്യസ്ഥനാണ്. കാരണം അതുവരെ അയാൾ ഹൈക്കോടതി വരെ കേസ് പോയ ആളാണ്, അല്ലെങ്കിൽ അയാൾ സുപ്രീം കോടതിയിൽ പോകണമായിരുന്നു. അപ്പൊ അതൊന്നും പോവാതിരിക്കെ തന്നെ ഇയാള് അവിടെ ആള് പ്രസന്റ് ആണെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് പോലീസ് അറസ്റ്റ് ചെയ്യാൻ പോകും. പോലീസ് അത്തരത്തിലുള്ള ഒരു പ്രതിയെ അറസ്റ്റ് ചെയ്യാൻ പോകുമ്പം സ്വാഭാവികമായിട്ട് എല്ലാ തയ്യാറെടുപ്പായിട്ടാണ് പോവുക. അതിൽ വനിതാ പോലീസിന്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. കാരണം അറസ്റ്റ് ചെയ്യുന്നത് വനിതയല്ല. പിന്നെ ഒരു ഹൗസിൽ അകത്ത് അറസ്റ്റ് ചെയ്യാൻ വേണ്ടി പോലീസിന് ഒരു ഹൗസ് ബ്രേക്കിംഗ് വരെ നടത്താനാണ് നിയമം പറയുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ട് അങ്ങനെ പോകുമ്പോൾ ഒരു വനിതാ പ്രതിയെ അറസ്റ്റ് ചെയ്യാൻ പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു വനിതാ പോലീസ് വേണം. അല്ലാതെ വനിതകളുടെ പ്രസൻസ് ഉള്ളതുകൊണ്ട് മാത്രം വനിതാ പോലീസ് വേണമെന്ന് പറഞ്ഞാൽ ശരിയല്ല. ഇതൊക്കെ എന്താണെന്ന് വെച്ചാൽ നാട്ടിലത്തെ ഗുണ്ടകള് പൊളിറ്റിക്സിൽ വന്നാലുള്ള പ്രശ്നമാണ് ഇതൊക്കെ. ഗുണ്ട ജോലി ചെയ്യുന്ന ആൾക്കാർ പൊളിറ്റിക്സിൽ വന്നിട്ട് അവര് പബ്ലിക് ഫിഗറായി മാറുകയാണ്. ഞാൻ നിങ്ങളുടെ ഒരു ഇതില് പല വീഡിയോയിലും പല സോഷ്യൽ മീഡിയയിലും വരുന്നൊരു വീഡിയോ കണ്ടു. അപ്പം അറസ്റ്റ് ചെയ്തുകൊണ്ടിരുന്ന ഈ ഗുണ്ട പ്രതി ഭാരത് മാതാക്കെ ജയ് വിളിക്കുകയാണ്. ഈ ഭാരത് മാതാക്കെ ജയ് വിളിക്കുന്നത് എങ്ങനെയാണ്? ഒരു പ്രതി അക്യൂസിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകും. പൊളിറ്റിക്കലാണെങ്കിൽ അയാളെ BJP സിന്ദാബാദ് എന്ന് പറയാം. അപ്പൊ അയാൾ വിളിക്കുന്ന ഭാരത് മാതാക്കെ ജയ് ആണ്. ഇതാണ് നമ്മുടെ സിറ്റുവേഷൻ. നമ്മുടെ നാട്ടിലെ ഗുണ്ടകളൊക്കെ ഈ സംരക്ഷണം ഒരുക്കുകയാണ് പൊളിറ്റിക്കൽ പാർട്ടീസ്. അത് ആദ്യം ഒഴിവാക്കണം. ഇത്തരത്തിലുള്ള ഗുണ്ടകളെ പൊളിറ്റിക്കൽ പാർട്ടി തള്ളിപ്പറയണം. അങ്ങനെ തള്ളിപ്പറഞ്ഞില്ലെങ്കിൽ തീർച്ചയായിട്ടും സമൂഹത്തിൽ ഇത്തരത്തിലുള്ള ആൾക്കാർ വലിയ ഹീറോസ് ആയി മാറും. ഇത്തരത്തിലുള്ള ആൾക്കാർ വലിയ ഹീറോസ് ചെയ്യാൻ പോയ സ്ഥലത്താണ് പോലീസിനെ വെല്ലുവിളിച്ചുകൊണ്ട് ഈ അറസ്റ്റ് വിപുലമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾ ഹീറോ ആയി മാറും. അപ്പൊ അത്തരത്തിലുള്ള ഹീറോ ആയി മാറിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അയാളായിരിക്കും അവിടുത്തെ സമൂഹത്തെ നയിക്കുന്നത്, അല്ല സമൂഹം കൺട്രോൾ ചെയ്യുന്ന അയാളായിരിക്കും. ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ പോലീസ് നടപടി ശക്തമായിട്ട് എടുക്കണം എന്നാണ് എനിക്കൊക്കെ പറയാനുള്ളത്. കാരണം ഇതിലൊന്നും യാതൊരു കോംപ്രമൈസും പാടില്ല. ഇതിൽ പൊളിറ്റിക്സ് പാടില്ല. ഇതിൽ ഒരു ഗുണ്ട ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ നിയമ സംവിധാനത്തിന് വിധേയമായിട്ട് ജോലി ചെയ്യുന്ന ആൾക്കാർ നിയമവിധേയമായിട്ട് ജീവിക്കണം നമ്മളെല്ലാവരും. ആ ഉത്തരവാദിത്വം നമുക്ക് എല്ലാവർക്കും വേണം. അത് ഏത് പൊളിറ്റിക്കൽ ഫിഗർ ആയാലും ശരി, അല്ലെങ്കിൽ കൗൺസിലർ ആയാലും MLA ആയാലും ആരായാലും നിയമത്തിന് വഴങ്ങണം. നിയമവിധേയമായത് മാത്രമേ കാര്യങ്ങൾ ചെയ്യാൻ പാടുള്ളൂ. നിങ്ങൾ പൊളിറ്റിക്കലായിട്ട് നിങ്ങളൊരു കേസിൽ പ്രതിയാണെങ്കിൽ അതിന് ജാമ്യം എടുക്കാൻ ട്രൈ ചെയ്യുക. ജാമ്യം കിട്ടിയില്ലെങ്കിൽ പോലീസിൽ സറണ്ടർ ചെയ്യുക. സറണ്ടർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ ഹാജരാക്കി ജാമ്യം കിട്ടുമല്ലോ. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ മുന്നോട്ട് പോവാം. അതല്ലാതെ അറസ്റ്റ് ചെയ്യാൻ വരുന്ന പോലീസിനെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുക. അങ്ങനെ പോലീസിന്റെ ഇൻസ്പെക്ടറെയും SI ഒക്കെ അറ്റാക്ക് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് പോലീസ് വെപ്പൺ ഉപയോഗിക്കും. അത് സെൽഫ് പ്രൊട്ടക്ഷൻ ഉപയോഗിക്കാൻ അവരുടെ ഒരു പോലീസ് ഓഫീസർക്ക് അയാളുടെ ഡ്യൂട്ടിയുടെ ഭാഗമാണ് സെൽഫ് പ്രൊട്ടക്ഷന് വേണ്ടി ഈ വെപ്പൺ ഉപയോഗിക്കാം. പക്ഷെ അത് അൾട്ടിമേറ്റ് അവസാന റിസോർട്ടാണ്. അപ്പം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഉദ്യോഗസ്ഥന്മാർ ചെയ്യുമ്പോൾ പൊതുസമൂഹം അയാളെ സപ്പോർട്ട് ചെയ്യണം. അല്ലെങ്കിൽ നാളെ നിങ്ങൾക്കും ഈ നാട്ടിൽ ജീവിക്കാൻ പറ്റില്ല. വെറും ഗുണ്ടകളും അല്ലെങ്കിൽ പവർ പൊളിറ്റിക്സ് കളിക്കുന്ന ആൾക്കാർക്ക് മാത്രമേ ഈ നാട്ടിൽ നിൽക്കാൻ പറ്റുള്ളൂ എന്ന ലെവലിൽ വരും. അത് ശരിയല്ല. എല്ലാവർക്കും നിയമത്തിന് വഴങ്ങണം. എത്ര ഉന്നതനായാലും നിയമത്തിന്റെ വഴിക്ക് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും ഉന്നതനായ ആൾക്കാരുകൾ നിയമത്തിന് വഴങ്ങുക. അവർക്ക് ജാമ്യം കിട്ടിയിട്ടില്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് നടപടികൾ, അവിടുത്തെ നടപടികൾ അല്ലെങ്കിൽ പോലീസിനെ വെല്ലുവിളിക്കല്ല വേണ്ടത്, നിയമത്തെ വെല്ലുവിളിക്കല്ല വേണ്ടത്. അവർ നിയമത്തിന് വിധേയമായി നീങ്ങിയിട്ട് അവരതിൻ്റെതായ മാർഗങ്ങൾ കാണുക. അപ്പൊ അങ്ങനെ കാണുമ്പോൾ പൊളിറ്റിക്കൽ പാർട്ടി ഇത്തരത്തിലുള്ള ഗുണ്ടകളെ ഷീൽഡ് ചെയ്യാതിരിക്കുക. അതാണ് വേണ്ടത്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ ഈ റൂൾ ഓഫ് ലോ അല്ലെങ്കിൽ നിയമവിധേയമായിട്ട് ജീവിക്കുന്ന പൊതുസമൂഹം നമുക്ക് ഉണ്ടാവുള്ളൂ. അതിനാണ് എല്ലാവരും തയ്യാറാണ്ടെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഒരു കാര്യം കൂടി ചോദിക്കട്ടെ, അതായത് ഇപ്പോൾ ഈ പോലീസുകാരെ ആക്രമിച്ചതിന് കൂടി പുതിയ കേസ് ഇയാൾക്കെതിരെ ചുമത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ശിക്ഷാ കാലയളവ് എങ്ങനെയായിരിക്കും? അല്ല, ഇപ്പോൾ ഈ കേസിൽ അയാൾ റിമാൻഡിലാണ്. 307 കേസിൽ അയാൾ റിമാൻഡാണ്. ആ റിമാൻഡിൽ അയാൾ പോയപ്പോൾ അയാൾക്ക് അവിടുന്ന് ബെയിലിന് കോടതിയിൽ പോകാം. കോടതി ജാമ്യം അനുവദിക്കും. അയാൾക്ക് ജാമ്യം അനുവദിച്ചു കഴിഞ്ഞാൽ അതിനോടനുബന്ധിച്ചാണ് ഇപ്പൊ പോലീസിനെ അറ്റാക്ക് ചെയ്ത കേസുള്ളത്. അപ്പോൾ പോലീസിനെ അറ്റാക്ക് ചെയ്യുന്നത് സീരിയസ് കേസാണ്. അപ്പൊ അയാൾ അതിലേക്ക് റിമാൻഡ് പോകും. അപ്പൊ അതിലും അയാൾ ജാമ്യം എടുത്തു കഴിഞ്ഞാലേ പുറത്തിറങ്ങാൻ പറ്റുള്ളൂ. ഇപ്പൊ വരുന്ന വാർത്തകൾക്ക് മനസ്സിലാവുന്നത് ഇയാൾക്ക് പേരിൽ വേറെ കുറെ കേസുണ്ടെന്നാണ് പറയുന്നത്. ഇയാളെ പേരിൽ കാപ്പ ചുമത്താൻ പോലീസ് തയ്യാറായി നിൽക്കുക എന്നൊക്കെയാണ് വാർത്തകൾ വരുന്നത്. അങ്ങനെയൊക്കെയാണെങ്കിൽ ഇയാൾ പുറത്തിറങ്ങുന്ന കുറച്ച് ലേറ്റ് ആയിരിക്കുന്നേ ഉള്ളൂ. പക്ഷെ അയാൾ നിയമവിധേയമായി നീങ്ങണം. തീർച്ചയായിട്ടും നീങ്ങണം. നീങ്ങിക്കഴിഞ്ഞാൽ അയാൾക്ക് അതിൻ്റെതായ എല്ലാ റെമഡീസും പോവാം. അയാൾക്ക് കോടതിയിൽ പോകാം,
അയാൾ ബാക്കി ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ പൊതുസമൂഹം അയാളെ സപ്പോർട്ട് ചെയ്യും. കാരണം സമൂഹം ഒരാളെ വെറുക്കില്ല ഒരിക്കലും. പക്ഷെ ഇതുപോലുള്ള ഗുണ്ടായുസവും ഇതുപോലെ നിയമവിധേയമായിട്ടില്ല നിയമവിരുദ്ധമായിട്ട് നീങ്ങാനായിട്ട് ഒരു ഇൻഡിവിജ്വൽ നീങ്ങുകയാണെങ്കിൽ തീർച്ചയായിട്ടും അയാളെ ഏത് പൊളിറ്റിക്കൽ പാർട്ടി ഹെൽപ്പ് ചെയ്താലും അയാളെ സമൂഹം നമ്മൾ തിരസ്കരിക്കും. അത്തരത്തിൽ തിരസ്കരണം ഏക്കാൻ ഇതുപോലത്തെ ഒരു കൗൺസിലർ തയ്യാറാവാതിരിക്കണമെങ്കിൽ അയാൾ തീർച്ചയായിട്ടും നിയമത്തിന്റെ പരിധിയിൽ നിന്ന് മുന്നോട്ട് നീങ്ങണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.